ഏറ്റവും പുതിയ സ്കാം അല്ലെങ്കിൽ ഓൺലൈൻ പറ്റിക്കൽ പരിപാടിയാണ് QR കോഡ് വെച്ചിട്ടുള്ള തരികിട. അതായത് ക്യുഷിംഗ് എന്ന് അതിന് പറയാം. ഫിഷിങ്ങിന് പകരമായിട്ട് ക്യുഷിംഗ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് പാർക്കിങ്ങിന്റെ ഇതിനകത്തായിരിക്കും, അല്ലെങ്കിൽ കഫേയിലായിരിക്കും, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഏതെങ്കിലും മെട്രോന്റെ അടുത്തായിരിക്കും. എവിടെയെങ്കിലും നമ്മൾ QR കോഡ് കണ്ട് നമ്മൾ കാണും ഫ്രീ വൈഫൈ അവൈലബിൾ എന്ന് പറയും, QR കോഡ് സ്കാൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അവിടെ നമ്മൾ എല്ലാ ഇൻഫർമേഷനും കൊടുക്കും. നമ്മളെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തൊക്കെ കൊടുത്തിട്ട് നമ്മളെ മൊബൈലിലേക്ക് കയറ്റി വിടും. നമ്മുടെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ അവർക്ക് ലഭിക്കുന്നു. ആ പേഴ്സണൽ ഡാറ്റ ഒരു ഡാറ്റാ ബേസിലേക്ക് എടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് സ്വാഭാവികമായിട്ടുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മളെടുത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സേവ, ദേവ, എത്തിസലാത്ത്, ഡൂവിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് QR കോഡ് വെച്ച് ചെയ്യാന്ന് പറയും. നമ്മൾ വിചാരിക്കും QR കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെതാണ്, അതല്ലെങ്കിൽ ഓതന്റിക്കേറ്റഡ് ആണ്, അല്ലാതെ എന്തിനാണ് QR കോഡ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ഈസി ആയിട്ട് ആളെ പറ്റിക്കാൻ പറ്റിയ ഒരു പണിയാണ് QR കോഡ് ഉണ്ടാക്കുന്നത്. QR കോഡ് വിൽ ലീഡ് ടു എനി ഓൺലൈൻ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അത് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കായിരിക്കാം, ഏതിലേക്ക് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിരിക്കും. ഇതിലൊക്കെ QR കോഡ് നമ്മളെ നയിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുന്ന സമയത്ത് ദേവയുടെ ബില്ല് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ആ QR കോഡ് അടിക്കുന്നു. ആ QR കോഡ് ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫേക്ക് വെബ്സൈറ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾക്ക് ദേവന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്തിസലാത്തിന്റെയോ ഡൂവിന്റെയോ പേജ് കാണുന്നു. ആ പേജിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പേയ്മെന്റും കാര്യങ്ങളൊക്കെ അടച്ച് പോകുന്നു. അവർക്ക് കിട്ടും ഒരു പേയ്മെന്റ് മാത്രമല്ല, നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫ്രീ ആണെന്ന് കരുതി എല്ലാ QR കോഡും സ്കാൻ ചെയ്തിട്ട് ഉടനെ എൻ്റർ ചെയ്യരുത്. എത്തിസലാത്തിന്റെയോ ഡൂവിന്റെയോ ദേവയുടെയോ സേവയുടെ പേയ്മെന്റ് ഒക്കെ അടക്കുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ അയക്കുക. അല്ലെങ്കിൽ www. ആ സൈറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് എത്തിസലാത്തിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം ചെയ്യുക. QR കോഡ് കാണുമ്പോൾ നമ്മൾ അഥവാ അങ്ങനെ ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള എളുപ്പ വഴി എന്താണെന്ന് പറഞ്ഞാൽ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. പിന്നെ ആ സൈറ്റ് ഏതിലേക്കാണ് ആ ലിങ്ക് പോകുന്നതെന്ന് മേലെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നുകിൽ ഏതെങ്കിലും അറിയാത്ത രീതിയിലുള്ള സൈറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള സൈറ്റ്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ട് ചെറിയ രീതിയിൽ DEVA എന്ന് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ ദേവാക്ക് പകരം W പകരം അങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം നമ്മൾ എൻ്റർ ചെയ്യാം. എവിടെ QR കണ്ടാലും ഉടനെ അടിച്ചിട്ട് ഉടനെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ വിൻ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് നമ്മൾ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള പല തട്ടിപ്പുകളും ഇപ്പോൾ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായ് പോലീസ്, ഗവൺമെന്റ് അതിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലായിടത്തും കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പലപ്പോഴും നമ്മൾക്ക് പോയ കാശോ നമ്മൾ ഇതൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ. പലപ്പോഴും അത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സ്കാമേഴ്സ് ആയിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. സോ ബി കെയർഫുൾ. ഫിഷിംഗ് ഈസ് ദ ന്യൂ വേ ആൻഡ് ന്യൂ ട്രെൻഡ് ഇൻ സ്കാമിംഗ്. അത് ഒഴിവാക്കണമെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ലിങ്കിലേക്കോ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഒരു QR കോഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കൊടുക്കരുത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മുനീർ അൽ വഫ വിത്ത്